നൈസായിട്ട് ഒരു ഡേ സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് സീരീസിൻ്റെ 5th ഡേ ഇതാ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചായ കുടിച്ചു. പിന്നെ ഞാനൊരു ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ മുതൽ കിച്ചണിലാണ്. ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ കയറിയതാ കിച്ചണിൽ. രാവിലെ ഒരു 11 മണിക്ക് കയറിയിട്ട് വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴാണ് പരിപാടിയൊക്കെ കഴിയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് എണ്ണക്കടി ആക്കാമെന്ന് വിചാരിച്ചു, തലശ്ശേരി സ്പെഷ്യൽ എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനിതാ ഉന്നക്കായ, ബോണ്ട, കട്ട്ലറ്റ്, അതുപോലെ തന്നെ പഴംപൊരി, ഇതൊക്കെയാണ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് നമ്മൾ ലൈറ്റാക്കി ഒരു കഞ്ഞിയിലൊതുക്കി. അപ്പോൾ അത് നിന്നുകൊണ്ടാണ് കഴിക്കുന്നത്, ഇരുന്ന് കഴിക്കാൻ പോലുള്ള ടൈമില്ല, കാരണം ഇതൊക്കെ ഒറ്റക്കാക്കി കഴിയണ്ടേ. അപ്പോൾ കുട്ടാടിന് അതിന് നോക്കുന്നുണ്ട്, ആ ഗ്യാപ്പിലാണ് ഞാൻ ഇതൊക്കെ ആക്കുന്നത്. പിന്നെ അവൻ ഉച്ചയ്ക്ക് ഉറങ്ങിയപ്പോൾ കുട്ടാനും കൂടെ വന്നിട്ട് ഈ പൊരിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വേഗം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ ആദ്യമായിട്ട് ഉന്നക്കായ ഉണ്ടാക്കാം. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി, കാരണം അതിന് നടുക്കത്ത് ആ ഒരു കറുപ്പ് സംഭവങ്ങൾ കളയാൻ മറന്നുപോയി. അതുകൊണ്ട് കുറച്ച് ഫൈനായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു മാവ് പരുവത്തിലായിട്ടില്ല. പക്ഷേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് നന്നായിട്ട് എണ്ണ കുടിക്കുന്നൊരു പലഹാരമാണ്. അതൊറ്റ പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി വെച്ച്, സ്നാക്സൊക്കെ ആക്കി വെച്ച് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി വീട്ടിലെത്തി. ധാതുവിൻ്റെ സന്തോഷം കണ്ടോ, അവന് ഭയങ്കര ഇഷ്ടമാണ് തണ്ണിമത്തൻ. ആ വീട്ടിലെത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ പുറത്ത് പോയപ്പോൾ ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തനും അതുപോലെ ഓറഞ്ചും പിന്നെ സപ്പോട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡേറ്റ്സും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ടാങ്കും കൂടെ കലക്കി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ഈവനിങ് സ്നാക്സ്. അത് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചൊരു അടിപൊളി സെറ്റപ്പാക്കി നമ്മൾ ക്യാൻഡിലിന് ഡിന്നർ എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ നൈറ്റ് ഡിന്നർ കുറച്ച് ലൈറ്റാക്കി കപ്പയും മീൻകറി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.